അല്ല, ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ വിശ്വാസമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അവസാന നാടുകളിൽ, ഖിയാമത്തിന്റെ നാളിൽ ഉണ്ടാവുന്ന ആലിമ്യങ്ങൾ ഏറ്റവും ദുഷിച്ചവരായിരിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൊത്തത്തിൽ ദുന്യാവിൽ മുഴുവൻ എന്താണ്? 199 ആലിമ്യങ്ങളും കള്ളന്മാരാണ്, ഒരാൾ മാത്രം എന്താണ്? ഹക്കാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഹക്കായ ആലിം ബാക്കി 99 ആലിമ്യങ്ങളുടെ ഫോളോവേഴ്സിനോട് പോയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, തെറ്റാണ്, നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ അനുയായികൾ തിരിച്ചു പറയാണ്, അല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം തന്നെ ശരിയാണ്, ഞങ്ങൾക്കത് താക്കീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ ഉസ്താദുമാര് പെർഫെക്റ്റ് ആണ്, അത് യാതൊരു സംശയം ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഈ ഒന്നിലേക്ക്? അവരൊരിക്കലും വരൂല. കാരണം അവർ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ആ കൗമിന്റെ മേലെ ഖിയാമത്ത് വരുന്നത്. ഒരു സത്യം അന്വേഷിക്കാൻ തയ്യാറല്ല. അവലംബം എന്താണ്? അവരുടെ മുമ്പിലുള്ള മൂല്യക്കന്മാര്. ആ മൂല്യക്കന്മാര് പറയുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ സത്യം. അപ്പൊ പിന്നെ അവിടെ ഹിദായത്ത് കൊടുക്കാൻ യാതൊരു മാർഗവുമില്ല. ഈ ഒരു ആലിമിന് ഈ വിഷയത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി വരുന്നവനാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാം. അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി ശരീഅത്തിന്റെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരെ, എന്റെ തരം പണ്ഡിതന്മാരാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ ഇത് വെറും പറച്ചിൽ മാത്രമാണ്, ഹക്കീക്കത്തല്ല. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ നിഷ്കാസം ചെയ്യലാണ്, അവരെ എതിർക്കലാണ്, അവർ സത്യം തുറന്നു കാട്ടലാണ്. അതിന്റെ പേരിൽ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെല്ലാം ഇമാം മഹ്ദി ഇസ്ലാമിലേക്ക് തിരിയും. അദ്ദേഹത്തെ വ്യക്തി ഹത്യ ചെയ്യാൻ നോക്കും, പക്ഷെ അതൊന്നും അവർക്ക് വിജയിക്കൂല. ഇമാം മഹ്ദിയുടെ അനുയായികളും ഇമാം മഹ്ദിയും ഈ ഒരു മേഖല ശരിയാക്കുവോളം പ്രയത്നിക്കും, അതിൽ വിജയിക്കും ചെയ്യും. ക്രമേണ അതിൽ വിജയം കണ്ടെത്തും. അങ്ങനെ ഭൂമിന് നീതി ഇറക്കും. ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഔലിയാക്കൾക്ക് നേതാവായിട്ട് വരുന്നവരാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ പക്കലുള്ള ഇൽമ് ഇന്ന് വരെ ഒരു കാലത്തും വന്ന ഒരൗലിയാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ പറയാൻ കാരണം. ഒരു വലിയന്റെ കേസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടില്ല. ഹദീസ് തപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല, വളരെ ദുർലഭമായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇമാം മഹ്ദി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ വന്ന ഹദീസുകൾ കയ്യും കണക്കൂല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്തുള്ള ഒരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, അത് ഇരുണ്ട യുഗം. ആ യുഗത്തിലേക്ക് മൊത്തം ലൈറ്റ് ഓഫായ സമയത്ത്, ഇരുട്ടായ സമയത്ത് വെളിച്ചം കത്തിക്കാൻ വേണ്ടി വന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഒരു കാലഘട്ടത്തിലേക്ക് വെളിച്ചം കത്തിക്കാൻ വേണ്ടി വരുന്നവനാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാം. അതിന്റെ പേരിലാണത്. അത്രയും വലിയ ദൗത്യമാണ് ഇമാം മഹ്ദിക്കുള്ളത്. ഇമാം മഹ്ദി അലൈഹി സ്വലാം വരുന്ന കാലഘട്ടത്തിൽ ദുനിയാവ് മൊത്തം ഇരുട്ടായിരിക്കും. ഈ ഇരുട്ട് എന്തായിരിക്കും? ശരീഅത്തിലുള്ള ഇരുട്ടായിരിക്കില്ല, അകക്കണ്ണിലുള്ള ഇരുട്ടായിരിക്കും. ആന്തരികമായ ലോകം മൊത്തം ഇരുട്ടായിരിക്കും. അല്ലാതെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇരുട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യം പഠിച്ച വിഷയം, ഈ 13,999 ആദം വന്ന ആ അവസ്ഥയിൽ അന്തരീക്ഷം മൊത്തം പ്രഭയുള്ളതാണ് ബാഹ്യം നോക്കുകയാണെങ്കിൽ. പക്ഷെ ആന്തരിക വശം നോക്കുകയാണെങ്കിൽ മൊത്തം ഇരുട്ടാണ്. കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ ഖൽബിന്റെ ഇൽമില്ല, റൂഹാനിയത്തിന്റെ ഇൽമ് ഇറക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ആ റൂഹാനിയത്തിന്റെ ലോകം മുനവറാക്കാനുള്ള വിളക്ക് ആരെ കയ്യിലും ഇല്ല. അങ്ങനെ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇമാം മഹ്ദി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാവും, ഇസ്ലാം പറയുന്നവരുണ്ടാവും, ദീൻ പറയുന്നവരുണ്ടാവും. പക്ഷെ അതൊക്കെ ബാഹ്യമായിട്ട്, ആന്തരികമായ ലോകം ആ കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് മൊത്തം ഇരുട്ടായിരിക്കും. അന്തരീക്ഷം ഇരുട്ടായിട്ട് മാറുന്ന സമയത്ത് മൊത്തം ആദം സഫിയുള്ളാഹ്ക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിന്റെ പോലെ ആയി മാറുന്ന സമയത്ത് അത് മാറ്റി റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ഒരു ഹാല്, അവസ്ഥ തിരിച്ചു കൊണ്ടാ വരുന്നവനാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം മഹ്ദിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമാം മഹ്ദി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ പോക്ക് ഇമാം മഹ്ദി എത്തുന്നത് വരെ ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇരുട്ട് കുറയാൻ പോകുന്നില്ല. നമ്മള് വളരെ വെളിച്ചാണ്. നമ്മുടെ കുറെ ആലിമകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഖിയാമത്ത് പഠിത്തം ഇല്ല എന്നൊക്കെ പറയുന്നത് ഇൽമിന്റെ കുറവുകൊണ്ടാണ്. റസൂലുള്ളാഹി ഉദ്ദേശിച്ച, അള്ളാഹു ഉദ്ദേശിച്ച ഇൽമ ഈ ഇൽമല്ല.
ഈ ഇൽമിന്റെ ഉള്ളിലൊരു ഇൽമുണ്ട്, ആ ഇൽമാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ ഇൽമിനെ കൊണ്ടാണ് ഈ ഇൽമ നിലനിൽക്കുന്നത്. എന്നാൽ ആ ഇൽമ ഇല്ല എങ്കിൽ ഈ ഇൽമ കൊണ്ട് മാത്രം അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കൂല. അത് നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയങ്ങളാണ്. നമ്മളിപ്പോ സംസാരിച്ച വിഷയം ഈ കന്നാസിന്റെ വിഷയമാണ്. ഇപ്പൊ കന്നാസ് എന്നുള്ള ഒരു ശൈത്താന് അത് നെഞ്ചിലിരിക്കുന്നുണ്ട്. ആ നെഞ്ചിലിരിക്കുന്ന ആ ശൈത്താനാണ് വസ്വാസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ വസ്വാസ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞ് കള്ളുകുടി അതിന് ഉദാഹരണം. പക്ഷെ സാധാരണക്കാരെ ആളുകളെ വസ്വാസ് പരിമിതമാണ്. അവരെ വസ്വാസ് വരുന്ന വിഷയങ്ങൾ ഒന്നുകിൽ കുടുംബത്തില്, അല്ലെങ്കിൽ അയൽവാസികളില്, അല്ലെങ്കിൽ കുടുംബങ്ങളില്, ഇങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ഒരു പണ്ഡിതന്റെ വസ്വാസ് വരുന്ന വിഷയങ്ങൾ വിഭിന്നാണ്. ഇബാദത്തിന്റെ മേഖലകൾ, ഇൽമിന്റെ മേഖലകളാണ്. ഒരു സാലിക്കിന്റെ വസ്വാസ് വരുന്ന മേഖലകൾ ആ തരീക്കത്തിലാണ്. ഇങ്ങനെ വസ്വാസിന്റെ അവസ്ഥകൾ, വസ്വാസിന്റെ ഫീൽഡ്, മേഖലകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, വസ്വാസ് നിങ്ങൾ ചിന്തിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. വസ്വാസ് ഉണ്ടാവുന്നത് നല്ലതാണോ ചീത്തയാണോ? വസ്വാസ് വരുന്നത് ആരിൽ നിന്നാണ്? ശൈത്താനിൽ നിന്നാണ്. ഇപ്പൊ ശൈത്താനിൽ നിന്ന് വരികയെന്നുണ്ടെങ്കിൽ ശൈത്താൻ ഇല്ല എങ്കിൽ വസ്വാസം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ വസ്വാസം ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് എന്താണ്? ശൈത്താനിൽ നിന്നും വേറൊന്നും വരുന്നില്ല എന്നുള്ളത്. കാരണം ശൈത്താൻ അവിടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി അവരെന്തിലാണ്? തെറ്റിലാണ്, തെറ്റായ വഴിയിലാണ്. അതുകൊണ്ടാണ് അവർക്ക് വസ്വാസം ഇല്ലാത്തത്. എന്നാൽ ശരിയായ വഴിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വസ്വാസം ഉണ്ടാവും. വസ്വാസം ഉണ്ടാവണം. കാരണം ശരിയായ വഴിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ശത്രു അടങ്ങിയിരിക്കൂല. അപ്പോഴേ ശത്രു വരുള്ളൂ. അതുവരെ അവർ റെസ്റ്റിലാണ്. പക്ഷെ ഈ സമയം അവർ കുതിച്ചു മുന്നേറി അവളെ മുമ്പിലേക്ക് എത്തും. ആകാവുന്ന അത്രയും വസ്വാസ് കുത്തി നടക്കും. അപ്പൊ വസ്വാസം ഉണ്ടാവുന്നത് ഈമാനിലേക്കുള്ള യാതൊരു ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയുന്നുണ്ട്, റസൂല, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് ചില തോന്നലുണ്ടാവും. അത് വരുന്ന സമയത്ത് എനിക്ക് വളരെ ലജ്ജ തോന്നുന്നുണ്ട്. കാരണം ഞാനത് പറയുന്നതിനേക്കാൾ നല്ലത് മരണപ്പെട്ടു പോകുന്നതാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് റസൂൽ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ പറയുന്നുണ്ട്, എനിക്കങ്ങ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് റസൂൽ എന്ന് പറയുമ്പോൾ റസൂൽ പറയുന്നത് ഈമാന്റെ ലക്ഷണം എന്ന് പറയുന്നുണ്ട്. ഈമാന്റെ ലക്ഷണം എങ്ങനെയാവുന്നത്? അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈമാന് അതിന്റെ ഉള്ളിൽ ഉള്ളതിന്റെ പേരിൽ കക്കാൻ വരുന്നവനാണ് ശൈത്താൻ. ഈമാൻ ഇല്ല എങ്കിൽ വസ്വാസം വരേണ്ട ആവശ്യമില്ല. ഈമാനുള്ളവരിലേക്കാണ് വസ്വാസം വരിക. പിന്നെ വസ്വാസം നീങ്ങി പോകുന്ന സമയം വിലായത്തിലെത്തുമ്പോഴാണ്, നമ്മൾ ആ കന്നാസ് ഓടിക്കുമ്പോഴാണ്. കന്നാസിന്റെ ശല്യം മാറുന്നത് കന്നാസിനെ ഓടിപ്പിച്ച് കളയുമ്പോഴാണ്. അതിനു മുമ്പ് നമുക്ക് വസ്വാസം വരുന്നുണ്ടെങ്കിൽ നമ്മളെ പോക്ക് കറക്റ്റാണ് എന്നർത്ഥം. പക്ഷെ ഇത് മനസ്സിലാക്കാത്ത ആളുകൾ എന്ത് ചെയ്യും? ഈ വസ്വാസം വരുന്ന അതിന്റെ ഭയം കൊണ്ട് ആ വഴി ഇട്ടെറിഞ്ഞു പോകും. അപ്പൊ അവന്റെ വാതിൽ തന്നെയാണ്. ഈ ഭയം അസ്ഥാനത്താണ്. കാരണം ഈ ഭയം വരുത്തുന്നത് ശൈത്താനാണ്. അപ്പൊ നമ്മൾ അതിനെ മുന്നേറിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ വാതിലെത്തുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കള് ആയവരല്ല, ആയത് ഈ മാർഗത്തിൽ പോയിക്കൊണ്ടാണ്, ഈ നമുക്ക് അറിഞ്ഞതിന് ശേഷമാണ്. ഇത്രയൊക്കെ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അവരവരെ യാത്രയില് ഇതൊക്കെ മുതൽക്കൂട്ടാക്കാൻ നോക്കാം. എന്നാൽ ബാക്കി കാര്യങ്ങള് നിങ്ങളെ അടുത്താണ്. നിങ്ങളെ യാത്ര, നിങ്ങളെ ലക്ഷ്യം, നിങ്ങളെ വിധി നിങ്ങളുടെ അടുത്താണ്. പക്ഷെ ഈ മാർഗത്തില് നമ്മള് പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അത് പഠിപ്പിക്കാൻ ആളെ കിട്ടാത്ത കാരണം നിർബന്ധിതനായിക്കൊണ്ടും അത് കാലഘട്ടത്തിന് ആവശ്യമായത് കൊണ്ടുമാണ് ഇങ്ങനൊരു മാർഗം ഉപയോഗിക്കാൻ കാരണം. കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനുള്ള പ്രായത്തിന് ഇൻഷാഅല്ലാഹ് ഉണ്ടാവും. നമ്മള് സത്യ അന്വേഷികളാണെങ്കിൽ, ഹിദായത്ത് തേടുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അവരെ എന്താവൂല, വഴികേടിലാവൂല. ഹിദായത്ത് തേടാതെ വേറെ വല്ല ഉദ്ദേശങ്ങളുമാണെങ്കിൽ എന്തായാലും പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. കാരണം അള്ളാഹു തആല നിയ്യത്തിലേക്കാണ് നോക്കുന്നത്. ഹിദായത്ത് എന്നുള്ള തേട്ടം, ഹിദായത്തിനെ വേണ്ടിയുള്ള തേട്ടം ഒരിക്കലും റദ്ദാവൂല. അതല്ലാത്ത തേട്ടങ്ങളെല്ലാം ഒരു ശ്രദ്ധായേക്കാം. അതിനൊക്കെ ഷർത്തുകളുണ്ട്. ഷർത്തില്ലാത്ത ഒരേ ഒരു ദുആ മാത്രമേ ഉള്ളൂ ഹിദായത്തിന് വേണ്ടിയിട്ട്. കാരണം ഹിദായത്ത് ആഗ്രഹിക്കുന്നതിന്റെ ദുആ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള ദുആ അല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നാവ് കൊണ്ടല്ല ദുആ ചെയ്യേണ്ടത്, കൽബ് കൊണ്ടാണ്. നമ്മൾ ഈ കന്നാസിനെ പോലെ തന്നെ ഇനിയുമുണ്ട് പല ജാതി
ഷെയ്തായത്ത് നമ്മുടെ ജിസ്മില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൽബ്, ആത്മീയതയിലേക്കുള്ള ആദ്യ കവാടമായ കൽബ്, അതിന്റെ മുകളിലേക്ക് ഒരു പക്ഷിയുണ്ട്. അത് കോഴിയാണ്. അതേപോലെ സിറ് എന്നുള്ള ലതായിഫിന്റെ മുകളിലിരിക്കുന്ന മറ്റൊരു പക്ഷിയുണ്ട്, അത് കാക്കയാണ്. അതേപോലെ തന്നെ മയില് എന്ന് പറഞ്ഞ പക്ഷി ഇരിക്കുന്ന ലതായിഫ് കഫി എന്നുള്ള ലതായിഫാണ്. അക്കഫയുടെ മുകളിൽ പ്രാവ് ഇരിക്കുന്നുണ്ട്. ഈ 4 പക്ഷികളും നമ്മൾ ചെയ്യുന്നതും ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കലാണ്. തെറ്റായ കാര്യങ്ങള് കുത്തിച്ചൊലുത്തലാണ് അവരുടെ ഡ്യൂട്ടി. അള്ളാഹുത്താല അതിനുവേണ്ടി നിശ്ചയിച്ചു വെച്ചതാണ്, പടച്ചു വെച്ചതാണ് ഈ 4 പക്ഷികളെ. ഈ 4 പക്ഷികളെ കുറിച്ചിട്ടാണ് ഖുർആനിൽ വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ള വിഷയം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തത്. അതിന്റെ ഹഖീഖത്ത് പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നത് മരണപ്പെട്ട റൂഹുകളെ, മരണപ്പെട്ട ഈ ലതായിഫുകളെ, അല്ലെങ്കിൽ ആത്മീയതയിൽ മരണം സംഭവിച്ച ആളുകളെ എങ്ങനെയാണ് ആത്മീയമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പൊ ഈ 4 പക്ഷികളെ സ്വഭാവം മനസ്സിലാക്കണം. ഈ സ്വഭാവമുള്ള മനുഷ്യൻ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും. ഈ 4 പക്ഷികളെ എന്ത് ചെയ്യണം? കൊണ്ടുപോയി അറുക്കണം. ഷെയ്ഖിന്റെ സഹായത്തിൽ അറുക്കണം. അറുത്തുകൊണ്ട് ആ പക്ഷികളെ തീണ്ടി തിരിച്ചു വിളിക്കണം. ആ സമയത്ത് ആ പക്ഷികൾ എന്തായി പോവും? അത് ശുദ്ധിയായിക്കൊണ്ട് തിരിച്ചു വരും. ആ തിരിച്ചു വന്ന പക്ഷികൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആത്മീയത ഉപകാരപ്പെടും. ഇതും വെറും എന്തല്ല, ഇതും ഈ പറഞ്ഞ ആലങ്കാരിക പ്രയോഗമല്ല. എന്തൊക്കെ ആലങ്കാരിക പ്രയോഗമായി കാണുന്ന ആളുകളുണ്ട് തസൂഫിന്റെ മേഖലയിൽ തന്നെ. പക്ഷെ ആലങ്കാരികമല്ല, ഇത് ഹഖീഖത്ത് തന്നെയാണ്. ഈ 4 പക്ഷികളും ബാത്തിനായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ കൽബിന്റെ മുകളിൽ ഇരിക്കുന്ന പക്ഷി കോഴിയാണ്. അതിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ കാമുണ്ടാക്കലാണ്. ഈ കാമ ഹലാലായതും ഹറാമായതും ഉണ്ടെങ്കിലും ഈ കൽബ് ശുദ്ധീകരിക്കാത്ത മനുഷ്യന്, ആ മനുഷ്യനില് രണ്ടും ഈ കാമം വന്നു കഴിഞ്ഞാൽ ഹലാലാ നോക്കൂല. അവൻ തെറ്റ് സംഭവിക്കും, തെറ്റ് ചെയ്തു പോകും. പക്ഷെ ഒരാളെ കൽബ് ഹയാത്തായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ കൽബിലുള്ള നൂറിന്റെ അംശം കൊണ്ട്, കൽബിന്റെ ദിക്റിന്റെ വീര്യം കൊണ്ട് ഈ പക്ഷി എന്തായി തീരും? ആ പക്ഷി നല്ല പക്ഷിയായി തീരും. അതിന്റെ തെറ്റായ ഭാഗങ്ങളൊക്കെ പോവും. അതോടുകൂടി എന്താവും? ഈ തെറ്റായ കാമ അവരിൽ നിന്ന് നീങ്ങിപ്പോവും. പിന്നെ ബാക്കിയാവുന്നത് ഹലാലായ കാമം മാത്രമാണ്. ഹലാലായ വിഷയത്തിൽ മാത്രമേ കാമം വരുള്ളൂ. അതേപോലെ അതിനുശേഷം വരുന്ന സിറ് എന്നുള്ള ലതായിഫ്, ആ ലതായിഫിന്റെ മുകളിലിരിക്കുന്ന പക്ഷി കാക്കയാണ്. കാക്കയുടെ സ്വഭാവം ആർത്തിയാണ്, എല്ലാ വിഷയത്തിലേക്കുള്ള ആർത്തി. ഈ ആർത്തി സിറിന്റെ ദിക്റ് ചൊല്ലി, ആ ചെല്ലലിന്റെ ശക്തി കൊണ്ട്, നൂറ് കൊണ്ട് ഈ പക്ഷി, കാക്ക എന്ന പക്ഷിയും മാറിപ്പോവും. അതിനുശേഷം അതും എന്തായിത്തീരും? നല്ല പക്ഷിയായി തീരും.